അറിയാമോ, ഇന്ന് എൻ്റെ അന്നമോളുടെ ജന്മദിനമാണ്. കഴിഞ്ഞ വർഷം മോൾക്ക് വാക്ക് കൊടുത്തതായിരുന്നു അടുത്ത വർഷം പുതിയ ഉടുപ്പും കൈ നിറയെ സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന്. പക്ഷേ പാവം എൻ്റെ അന്നമോൾ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എനിക്കതിന് കഴിഞ്ഞില്ല. എന്ത് ചെയ്യാനാ? നീ ഇതെന്തെടുക്കുക? നീ എൻ്റെ കൂടെ കൂടിയിട്ട് വർഷങ്ങൾ 10 കടന്നുപോയി. ഇന്ന് വരെ നല്ലൊരു സാരി വാങ്ങി തരാനോ നിന്നെയും കൊച്ചിനെയും കൊണ്ട് ഒരു ദൂരയാത്ര പോകാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി നീ ജീവിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദേഷ്യമുണ്ടോ നിനക്കെന്നോട്? എത്ര തവണ ഞാൻ എൻ്റെ ഇച്ഛായനോട് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. വിഷമിക്കണ്ടേ, എല്ലാം ശരിയാകും. മാതാവ് നമ്മെ കൈവിടില്ല. കുർബാനയ്ക്ക് സമയമായല്ലോ. നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. എവിടെ അന്നമോൾ? എവിടെ അന്നമോളെ? നീ ഇത് എവിടെയാ? റെഡിയായില്ലേ? ഓടി വാ, നമുക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞ ഒരു വർഷം ഈശോപ്പ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് വരാം. ഞാനിതാ വരുന്നമ്മേ. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും കൊടുക്കാൻ പൂക്കൾ പറിക്കുകയായിരുന്നു ഞാൻ. അന്നമോൾ മിടുക്കിയാണല്ലോ. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും അന്നമോളുടെ പൂക്കൾ ഒത്തിരി ഇഷ്ടമാകും. അന്നമോൾ വരുന്നത് നോക്കി ഈശോപ്പയും അമ്മ മാതാവും കാത്തിരിക്കുകയായിരിക്കും. എന്ത് ഇഷ്ടമാണെന്നോ ഈശോപ്പയ്ക്ക് അന്നമോളെ. അപ്പയ്ക്കും അമ്മയ്ക്കും അന്നമോളോട് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു പോരുന്ന വഴി ഒരു പാക്കറ്റ് മിഠായി വാങ്ങി തരാമോ അന്നമോൾക്ക്? എല്ലാ കൂട്ടുകാരും അവരുടെ ബർത്ത്ഡേക്ക് സ്കൂളിൽ മിഠായി കൊണ്ടുവരാറുണ്ട്. അപ്പയുടെ മോള് വാ, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. പാവം നമ്മുടെ മോൾ. കഴിഞ്ഞ വർഷം നമ്മൾ അവൾക്ക് ഒരുപാട് ആശ കൊടുത്തതായിരുന്നു. സാരമില്ലെന്നേ, അമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥന ഈശോ കേൾക്കാതിരിക്കില്ല. വാ, നമുക്ക് പ്രാർത്ഥിക്കാം. സമയം 4 മണിയായല്ലോ. സ്കൂൾ വിട്ട് മോളിങ് എത്താറായല്ലോ. പാവം, വിശന്നിട്ടായിരിക്കും വരുന്നത്. മോളെത്തിയോ? ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോളിരിക്ക്, അമ്മ ചായ തരാട്ടോ. ഈ ചായയിൽ മധുരമില്ലല്ലോ അമ്മേ. സാരമില്ല മോളെ, എൻ്റെ മോൾക്ക് ഇതെല്ലാം ശീലമല്ലേ. ഈശോപ്പ ഒരുപാട് സ്നേഹിക്കുന്നവർക്കാ ഒത്തിരി സങ്കടവും വേദനയും സഹനങ്ങളും ഒക്കെ തരുന്നത്. ഈശോപ്പയ്ക്ക് നമ്മൾ ഒരുപാട് ഇഷ്ടമല്ലേ അമ്മേ? അമ്മ എന്തിനാ കരയുന്നത്? അമ്മ കരഞ്ഞതല്ല മോളെ, കണ്ണിലെന്തോ പൊടി പോയതുപോലെ. അപ്പ വരുമ്പോഴേക്കും മോളിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യൂട്ടോ. ശരി അമ്മേ. അമ്മേ, ടീച്ചർ എന്തൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. സ്നേഹത്തെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാനാ. ഞാൻ എന്താ അമ്മ എഴുതുക? സ്നേഹം അതെങ്ങനെയാ നിർവചിക്കുക? സ്നേഹത്തെ നിർവചിക്കാൻ വാക്കുകളില്ല മോളെ. എന്നാൽ ഈ ജീവന്റെ
മുഴുവൻ സ്നേഹമാണ് മോളെ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാനറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. ആ മോളെ, സ്നേഹം എന്നാൽ സഹനമാണ്. അതെ, സ്വയം ചെറുതാകലാണ്. താങ്ക് യു അമ്മേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് സ്നേഹത്തെക്കുറിച്ച് എഴുതേണ്ടതെന്ന്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ട് വരാം അമ്മേ. ആ, ഇച്ഛായൻ എത്തിയോ? വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് കൂലി കിട്ടുന്ന ദിവസമല്ലേ? ഞാൻ മറന്നതൊന്നുമല്ല. അരിയും സാധനങ്ങളും വാങ്ങാൻ ഞാൻ കടയിൽ നിൽക്കുമ്പോഴാണ് ജോസഫേട്ടൻ ആ വഴി വന്നത്. കൂലി കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം കൊണ്ടുപോയി. മാത്രമല്ല, ബാക്കിയുള്ള തുക മുഴുവനും അടുത്ത മാസം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും? കലത്തിലാണെങ്കിൽ 1 മണി അരി പോലുമില്ല. സ്കൂൾ വിട്ട് വന്നിട്ട് മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇച്ഛായ. ഞാൻ വർഗീസേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് പൈസ കിട്ടുമോ എന്ന് നോക്കട്ടെ. എത്ര സമയമായി മോളെ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു? എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വിശക്കുന്നില്ല മമ്മി. മോളെ, മോളുടെ പപ്പ എന്ത് ചെയ്യേ? ആ, എനിക്കറിയില്ല മമ്മി. ഇതാരാ വന്നിരിക്കുന്നു? ആരാ മോളെ? മമ്മി കുറച്ച് തിരക്കിലാണല്ലോ. ഞാൻ ജോസാണ്. വർഗീസേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ്. അത്യാവശ്യമായി കുറച്ച് പൈസ വേണമായിരുന്നു. അടുത്ത മാസം തന്നെ തിരികെ തന്നേക്കാം. പൈസയോ? ഇവിടെ ഇപ്പോൾ പൈസയൊന്നും ഇരിപ്പില്ല. ഇവിടെ 5 പൈസയ്ക്ക് നിവർത്തിയില്ല. അപ്പോഴാ പൈസയ്ക്ക് വന്നിരിക്കുന്നു. വർഗീസേട്ടൻ ഉടനെ വരുമോ? ഇല്ല, വർഗീസേട്ടൻ വരാൻ കുറച്ച് വൈകും. അമേരിക്കയിൽ നിന്ന് എൻ്റെ മോൻ വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച പള്ളിപ്പെരുന്നാളല്ലേ, മാതാവിന് ചാർത്താൻ 10 പവന്റെ മാല കൊടുത്തയച്ചിട്ടുണ്ട്. അത് തിരുസ്വരൂപത്തിൽ ചാർത്താൻ പോയിരിക്കുകയാ വർഗീസേട്ടൻ. കുറച്ച് വൈകും. ദൈവമേ, എല്ലാ വാതിലുകളും അടയുകയാണല്ലോ. ഇനി എന്ത് ചെയ്യും? അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടല്ലേ. ഇത് കണ്ടോ? 10 പവന്റെ മാലയാ. എന്റെ മകനങ്ങ് അമേരിക്കയിൽ നിന്ന് കൊടുത്തയച്ചതാ മാതാവിന്റെ തിരുസ്വരൂപത്തിന് ചാർത്താൻ. ഇവിടെ ആരുമില്ലേ? ജോസേട്ടാ, ജോസേട്ടാ, ഒരു കത്തുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നാണെന്ന് തോന്നുന്നു. എന്തായാലും നന്നായിരിക്കട്ടെ. ആ, ഞാൻ ഈ മറുപടിക്ക് കാത്തിരിക്കുകയായിരുന്നു. ഞാനിതൊന്ന് വായിച്ചു നോക്കട്ടെ. എന്നാ ശരി, പിന്നെ കാണാം. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ത്രേസ്യ കൊച്ചേ, ഒന്നിങ്ങ് വന്നേ, ഇതൊന്ന് നോക്കിക്കേ. ഇതെന്തു പറ്റി? ഇച്ഛായനെന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ആ ത്രേസ്യ കൊച്ചേ, ഞാൻ പറഞ്ഞില്ലേ ദൈവം നമ്മെ കൈവിടില്ലാന്ന്. നമ്മുടെ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഇച്ഛായൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദേ, നീ ഇത് കണ്ടോ? ദുബായിൽ നിന്നുള്ള കത്താണ്. വിസ അയച്ചിട്ടുണ്ടത്രേ. പക്ഷേ ടിക്കറ്റിന് ഏകദേശം 20,000 രൂപയോളം വരും. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ. വഴിയുണ്ടല്ലോ ഇച്ഛായ. ദേ, ഇത് കൊണ്ടുപോയി വിറ്റാൽ ടിക്കറ്റിനുള്ള പൈസയാകുമല്ലോ. ഞാൻ ഇതിനൊക്കെ എങ്ങനെ നിന്നോട് നന്ദി പറയും? എന്തൊക്കെ ഈ പറയുന്നേ? നന്ദി പറയാനോ? ഇതൊക്കെ എന്റെ കടമയല്ലേ. എല്ലാം ശരിയാകുന്നേ.
പോകട്ടെ. നീ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തോളൂ. അവിടെ എത്തിയിട്ട് വിളിക്കണേ ഇച്ചായ. അപ്പൊ പോയിട്ട് വരുമ്പോ അന്നമോൾക്ക് ഒരു പുത്തനെടുപ്പ് വാങ്ങി തരണേ. പിന്നെ കുറേ ചോക്ലേറ്റും. സഹോദരി, ഒരുപാട് സ്വപ്നങ്ങളുമായി ദുബായിലേക്ക് പറന്നു വരുന്ന ജോസേട്ടന്റെ ജീവിതം വീണ്ടും ദുഃഖപൂർണമായി മാറും. ആകസ്മികമായ ഒരു ആക്സിഡന്റിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലുകൾക്ക് സാരമായ പരിക്കേറ്റു. 2 മാസങ്ങൾക്ക് ശേഷം ത്രേസ്യ കൊച്ചേ, നമുക്കൊന്ന് പള്ളി വരെ പോയാലോ? ഇച്ചായന് ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ? ആ, നമുക്കൊന്ന് നടന്നു നോക്കാം. എത്ര നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. അത് ശരിയാ, നമുക്ക് മെല്ലെ നടന്നു പോകാം. ഇച്ചായന് അതൊരു മാറ്റവും ആകുമല്ലോ. മാതാവേ, അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ സഹനങ്ങളെയും വേദനകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ ചെറിയ ദുഃഖങ്ങളും സഹനങ്ങളും വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ വെറും നിസ്സാരമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ, അമ്മ മാതാവേ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇച്ചയ, ഇത് സത്യമാണോ അതോ സ്വപ്നമോ? മകനെ ജോസഫ്, ഇത് സത്യം തന്നെ. ഇത് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണ്. എൻ്റെ തിരുക്കുമാരനോട് നിനക്കുള്ള സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമുള്ള സമ്മാനം. ത്രേസ്യ കൊച്ചേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കിത് വിറ്റ് ആദ്യം നിനക്കൊരു താലിമാല വാങ്ങിക്കാം. പിന്നെ സ്വന്തമായ 2 സെന്റ് ഭൂമിയും. ഹായ്, എൻ്റെ അപ്പയ്ക്ക് അമ്മമാരെ സ്വർണ്ണമാല കൊടുത്തല്ലോ. മാതാവ് മാല കൊടുത്തതോ? ഏയ്, ഇത് ഞാൻ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ അണിയിച്ച എന്റെ 10 പവന്റെ മാലയല്ലേ. ജോസഫേട്ടനൊരു നല്ല മനുഷ്യനാണെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയിരുന്നത്. വരൂ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അല്ല, ഇച്ചായനത് പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചതല്ല. ഞങ്ങൾക്കിത് മാതാവ് തന്നതാണ്. സത്യമായിട്ടും എനിക്കിത് മാതാവ് തന്നതാണ്. മോഷ്ടിച്ചതും പോരാ, കള്ളം പറയുന്നു. പറയുമ്പോ കേട്ടാ വിശ്വസിക്കുന്ന കള്ളം പറയണം. നടക്ക് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇല്ല അങ്കിൾ, എൻ്റെ അപ്പ മോഷ്ടിച്ചില്ല. എൻ്റെ അപ്പ കള്ളനല്ല. അങ്കിൾ ഈ മാല തിരികെ എടുത്തോളൂ. എൻ്റെ അപ്പയെ സ്റ്റേഷനിൽ കയറ്റല്ലേ. അത് കൊള്ളാം. കുട്ടിയെ കൂടെ കള്ളം പറയാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുക അല്ലേ? പോലീസിന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിക്കഴിയുമ്പോ താനെ സത്യം പറഞ്ഞോളൂ. വേഗം നടക്ക് സ്റ്റേഷനിലേക്ക്. സാറുമാരെ, എന്റെ ഇച്ചായനെ ഒന്നും ചെയ്യല്ലേ. പാവമാ എന്റെ ഇച്ചായൻ. ഞാൻ കള്ളനല്ല. അടിക്കരുത്, എന്നെ ഇങ്ങനെ ദ്രോഹിക്കാതെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്നെ ഉപദ്രവിക്കരുത്. അങ്കിൾമാരെ, എൻ്റെ അപ്പയെ തല്ലല്ലേ. പള്ളിയിൽ കയറി മാല മോഷ്ടിച്ചതിനും ആവർത്തിച്ച് പലതവണ കള്ളം പറഞ്ഞതിനും ജോസഫ് എന്ന താങ്കളെ കോടതി 3 വർഷത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറുമാരെ, നിങ്ങൾ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം. അതുകൊണ്ട് എനിക്ക് അവസാനമായി എൻ്റെ കുടുംബത്തോടൊപ്പം
ഒരിക്കൽ കൂടി പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിക്കാൻ ഒരവസരം നൽകണമേ. ഒരു വലിയ പ്രാർത്ഥനക്കാരൻ. അവസാനത്തെ ആഗ്രഹമല്ലേ സാറുമാരെ, ഒന്ന് പോയി പ്രാർത്ഥിച്ചോട്ടെ. ആ മോഷ്ടിച്ച കൈകൊണ്ട് മാതാവിന് ആ മാല അങ്ങ് ചാർത്തിയത്. കെണി, ഇത് നിനക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അമ്മേ മാതാവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോടും എൻ്റെ കുടുംബത്തോടും നീ ക്ഷമിക്കണമേ. അമ്മേ മാതാവേ, നന്ദി, ഒരുപാട് നന്ദി. ഈ അപമാനത്തിൽ നിന്ന് അമ്മ നമ്മളെ രക്ഷിച്ചല്ലോ. നന്ദി അമ്മേ, നന്ദി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ കുടുംബത്തെ പ്രതിസന്ധിയിൽ നിന്നും വേദനയിൽ നിന്നും തൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ രക്ഷിച്ച പരിശുദ്ധ അമ്മ നമ്മുടെയും അമ്മയാണ്. അത് കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന നമ്മുടെ സ്വന്തം അമ്മ. നമുക്കൊന്നും ചേർന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക്